ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നാളെ സൂര്യോദയം മുതൽ 7 നാൾക്കുള്ളിൽ രാജയോഗമെത്തും. പുത്തൻ വീടും കാറുമെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നു. അതായത് ഈ നക്ഷത്രക്കാർ സമ്പത്തിൽ മുങ്ങിക്കുളിക്കും. ആദിത്യൻ കന്നിരാശിയിൽ ഉത്രം അത്തം ഞാറ്റുവേലകളിലാണ്. ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിൽ പഞ്ചമി മുതൽ ഏകാദശി വരെയുള്ള തിഥികളിലാണ്. കാർത്തിക മുതൽ ആയില്യം വരെയാണ് ഈ ആഴ്ചയിലെ നക്ഷത്രങ്ങൾ. ചൊവ്വ മിഥുനം രാശിയിൽ തിരുവാതിരയിലും ശുക്രൻ തുലാം രാശിയിൽ ചിത്തിര ചോതി നക്ഷത്രങ്ങളിലുമാണ്. ബുധൻ സെപ്റ്റംബർ 23-ന് ഉച്ചരാശിയായ കന്നിയിൽ പ്രവേശിക്കും. ഉത്രം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ബുധന് മൗഢ്യമുണ്ട്. ശനി വക്രഗതിയിൽ പോരുരുട്ടാതിയിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവം രാശിയിൽ മകയിരം നക്ഷത്രത്തിലുമാണ്. രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നി രാശിയിൽ അത്തത്തിലും പിൻഗതിയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ഈ ആഴ്ചയിലെ അഷ്ടമ രാശിക്കൂർ നോക്കാം. ഞായറും തിങ്കളും തുലാം രാശിക്കാർക്കും ചൊവ്വ ബുധൻ വ്യാഴം ഉച്ചവരെ വൃശ്ചിക രാശിക്കാർക്കുമാണ് അഷ്ടമരാശി. തുടർന്ന് ധനു രാശിക്കാർക്കും അഷ്ടമ രാശിക്കൂർ ഭവിക്കുന്നു. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാരായ ആളുകൾക്ക് വാക്കുകൾ പാലിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ്. വളരെയധികം ഉന്മേഷമുണ്ടാകും. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുമ്പോഴും പഴയ കാര്യങ്ങളെ തള്ളിപ്പറയുവാൻ കഴിയില്ല. എല്ലാവിധ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടാകുന്നതാണ്. വാക്കുകളാൽ ആരെയും മുറിവേൽപ്പിക്കരുത് എന്നതിൽ നിശ്ചയദാർഢ്യം പുലർത്തുന്നതാണ്. ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിൽ ഏകാഗ്രത കുറയുകയുമില്ല. അവയിലെല്ലാം നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാനും സാധിക്കും. നിങ്ങളെ എതിർത്തവരെയും പിണക്കിയ ആളുകളെയും പോലും സഹകരണവുമായി മുന്നോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ്. മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന വല്ല കാര്യങ്ങളും ഉണ്ടാകുവാനും ഇടയുണ്ട്. എന്നാൽ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കില്ല. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തി ദുശീലങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നാൽ ജീവിതാന്ത്യം വരെ വളരെയധികം ഗുണഫലങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ജനനക്ഷത്രാധിപനായ ശുക്രന് നീചം മാറി സുക്ഷേത്ര ബലം ലഭിക്കുകയാൽ മനോബലം സിദ്ധിക്കുന്നതാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ മനസ്സിന് ആഗ്രഹമുണ്ടാകും. തൊഴിൽപരമായി വളരെയധികം ഉയർച്ചയാണ് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത്. തടസ്സങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ ഒരു രീതിയിലും വിലപ്പോകില്ല. പ്രത്യുൽപ്പന്ന മിതത്വം ഉണ്ടാകും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് സാഹചര്യം ഒരുങ്ങുന്നതാണ്. കലാകാരന്മാരായ ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ സിദ്ധിക്കുന്നതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ സഹപ്രവർത്തകരുടെ വളരെയധികം സ്വീകാര്യത വന്നുചേരും. വിവാദങ്ങളിൽ നിങ്ങൾ യാതൊരു രീതിയിലും തളരുകയില്ല. ധനപരമായി വളരെയധികം ഉയർച്ചയുള്ള കാലമാണ്. നിങ്ങളുടെ കർമ്മ മേഖലയിൽ വന്നെത്തിയിരിക്കുന്ന എല്ലാവിധ അവസരങ്ങളും കൃത്യമായി പ്രയോജനപ്പെടുത്തി ദീർഘകാല വിജയം നേടുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. വളരെ കാലമായി വിവാദങ്ങളിലും വ്യവഹാരങ്ങളിലും കുടുങ്ങിയ ആളുകൾക്ക് വളരെയധികം ആശ്വാസകരമായ വാർത്തകൾ വന്നുചേരും. ജാതകവശാൽ ചിലർക്ക് ഈ കാലയളവിൽ പ്രേമവിവാഹം നടക്കുവാൻ സാധ്യതയുണ്ട്. വിവാഹ യോഗം, വാഹന ഭാഗ്യം, സന്താന സൗഭാഗ്യമെല്ലാം വന്നുചേരും. ഗൃഹം വാങ്ങുവാനോ പുതുക്കി പണിയുവാനോ പറ്റിയ ഒരു സമയം കൂടിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. ഇത് കാർത്തിക നക്ഷത്രക്കാരാണ്. മേടരാശിക്കാരായ നിങ്ങൾക്ക് ജോലിയിലെ സമ്മർദ്ദം വളരെയധികം കുറയുന്ന ഒരു സമയം കൂടിയാണ്. സ്വതന്ത്ര ചുമതലകളെല്ലാം വന്നുചേരും. തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കച്ചവടത്തിൽ വളരെയധികം ആദായവും ധനനേട്ടവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പങ്കു കച്ചവടം സംബന്ധിച്ച പുതിയ കരാറുകൾ ഉണ്ടാകും. ദീർഘവീക്ഷണത്തോടെ നിങ്ങൾക്ക് ഈ സമയത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. ഇടവ രാശിക്കാർ സംഭാഷണത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയുള്ള വാക്കുകൾ പരുഷങ്ങൾ ആകുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് ചെറിയ വിഘ്നങ്ങൾ വന്നു ചേരും. ആഴ്ചയുടെ അവസാനത്തോടുകൂടി പലതരം നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്.
പല രീതിയിലുമുള്ള ആളുകളുടെ പിന്തുണ നിങ്ങൾക്കൊപ്പമുണ്ടാകും. വളരെയധികം സന്തോഷിക്കുവാനുള്ള അവസരങ്ങളും സംജാതമാകുന്നതാണ്. നിങ്ങൾക്ക് ഈ കാലയളവിൽ ഭൂമി, വീട് തുടങ്ങിയ സ്വത്തുക്കൾ സമ്പാദിക്കുന്നതിന് അനുകൂലമായ കാലമാണെങ്കിലും മറ്റു ചില വെല്ലുവിളികളും നേരിടേണ്ടി വരാം. മേടരാശിയിലെ കാർത്തിക നക്ഷത്രക്കാരായ ആളുകളുടെ പിതാവിനും മറ്റ് പ്രിയപ്പെട്ട മുതിർന്ന ബന്ധുക്കൾക്കോ രോഗാവസ്ഥകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ദൈവാനുഗ്രഹത്തോടെ ശ്രമങ്ങളെല്ലാം ഫലം കാണുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുകൾ കൂടുവാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രക്കാർ അഭിമാന ഭംഗം പോർക്കില്ല. തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. മനസ്സിൽ അനാവശ്യമായ ധാരണകൾ കടന്നുകൂടുകയും ചെയ്യും. പൊതുപ്രവർത്തകർ ആവേശത്തോടെ എല്ലാവിധ വാഗ്ദാനങ്ങളും നൽകുന്നതാണ്. സ്ത്രീകളുടെ വിരോധം നേടുവാനിടയുണ്ട്. തീർത്ഥാടന യാത്രകൾക്ക് അവസരങ്ങൾ വന്നുചേരും. കച്ചവടത്തിലെ ചാഞ്ചാട്ടമെല്ലാം വളരെയധികം കുറയുവാനിടയുണ്ട്. ധനാഗമ മാർഗങ്ങളെല്ലാം വളരെയധികം തുറന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളുടെ പവിത്രതയും ദൃഢതയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് പ്രണയത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെടാം. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്നതാണ്. മാനസികമായി നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും കുടുംബത്തിൽ വന്നുചേരും. നിങ്ങൾക്ക് ഈ കാലയളവിൽ വിദേശ യാത്രയും വിദേശവാസവും തൊഴിലും ലഭിക്കുവാൻ ഇടയുണ്ട്. അന്യ സ്ത്രീകളുമായുള്ള താല്പര്യം അല്പം കൂടുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് ഈ കാലയളവിൽ നാനാഭാഗത്തു നിന്നും വരുമാനം ലഭിക്കുമെങ്കിലും അനാവശ്യമായ ചെലവ് ഒഴിവാക്കേണ്ടതാണ്. കർമ്മസ്ഥാനത്തുള്ള കണ്ടകശനി ഉന്നതി നൽകുമെങ്കിലും നിങ്ങളുടെ മേലധികാരികളുടെ അപ്രീതി ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട ഒരു സമയം കൂടിയാണ്. 30 മുതൽ 46 വയസ്സുള്ള ആളുകളാണെങ്കിൽ വിവാഹയോഗം കാണുന്നു. ഇതോടൊപ്പം തന്നെ വിദേശത്ത് തൊഴിൽ ലഭിക്കുവാനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. വാഹനം, പുതിയ വീട് അല്ലെങ്കിൽ വീട് പുതുക്കൽ എന്നിവയ്ക്കും ഈ സമയത്ത് നിങ്ങൾക്ക് അവസരം വന്നെത്തും. സന്താന സൗഭാഗ്യങ്ങളും സന്താനങ്ങളുടെ ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. ഇടവ രാശിക്കാർക്ക് വാരത്തിന്റെ രണ്ടാം പകുതി വളരെയധികം സൗഭാഗ്യങ്ങൾ നിറഞ്ഞതാണ്. ധനാഗമത്തിലെ എല്ലാവിധ തടസ്സങ്ങളും നീക്കി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. ദൈവിക സമർപ്പണങ്ങളെല്ലാം പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ്. മിഥുന രാശിക്കാർക്ക് ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുകയാൽ കരുതൽ വളരെയധികം വേണ്ടിവരുന്ന ഒരു സമയമാണ്. തെറ്റായ തീരുമാനങ്ങളിലെല്ലാം കൈക്കൊള്ളാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും കൂടുതലായി വിയർപ്പൊഴുക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ബന്ധുജന സന്ദർശനം, വിരുന്ന് ഇവ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല പുരോഗതി പ്രതീക്ഷിക്കാം. ഈ സമയത്ത് വിവാഹം, സന്താനം, വാഹനം വാങ്ങൽ, ആഭരണങ്ങൾ വാങ്ങൽ തുടങ്ങിയ സന്തോഷകരമായ സംഭവങ്ങൾ നടക്കുവാൻ ഇടയുള്ള ഒരു സമയമാണ്. അവിവാഹിതർക്ക് വിവാഹാലോചന വരികയും വിവാഹം നടക്കുകയും ചെയ്യുന്നതാണ്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ, സന്തോഷകരമായ കുടുംബജീവിതം, നല്ല സുഹൃത്തുക്കൾ, പേരും പ്രശസ്തിയും ഇവയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യുന്നതാണ്. വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമായതിനാൽ ദാനധർമ്മം ചെയ്യുക വഴി ഭാഗ്യം ഇരട്ടിയായി നിങ്ങൾക്ക് സിദ്ധിക്കും. പ്രത്യേകിച്ചും രോഗികൾക്ക് ഭക്ഷണം നൽകുന്നത് ഇരട്ടി ഫലം ലഭിക്കുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് ഗുണകരമല്ല. ദേഹമനക്ലേശങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പ്രവർത്തന മേഖലയിൽ എല്ലാ രീതിയിലും തടസ്സങ്ങൾ അനുഭവപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കളോട് വളരെയധികം വിരോധം ഭവിച്ചേക്കാം. വരവ് പ്രതീക്ഷിച്ച പോലെ തന്നെയാകും, എന്നാൽ ദുർവ്യയം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആലോചിച്ചു വെച്ചിരുന്ന തീർത്ഥാടന യാത്രകളെല്ലാം മാറ്റിവെക്കുവാൻ ഇടയുണ്ട്. ബാങ്കിൽ നിന്നും ലോൺ മുടങ്ങിയതിൻ്റെ പിഴ ഈടാക്കാം. ചെറിയ നേട്ടങ്ങൾ അല്പലാഭവും ഉണ്ടാകാതിരിക്കില്ല. എന്നിരുന്നാലും കുടുംബത്തിൻ്റെ പിന്തുണയും ശക്തിയും വളരെയധികം നിങ്ങൾക്ക് വന്നുചേരും. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ സന്തോഷ വാർത്തകളെല്ലാം വന്നുചേരുന്നതാണ്. വാടക വരുമാനം, കൃഷി, നാൽക്കാലി, വളർത്തുമൃഗങ്ങൾ എന്നിവയിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ലഭിക്കുവാൻ ഇടയുണ്ട്. അടുത്തത് പുണർതം നക്ഷത്രക്കാരാണ്. ചന്ദ്രൻ 12ാം രാശി, ജന്മരാശി, 2ാം ഭാവം എന്നിവയിലൂടെ കടന്നു പോകുകയാൽ
ആഴ്ചയുടെ അന്ത്യം ചില സമ്മർദ്ദങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള അനുഭവങ്ങൾ വന്നെത്തണമെന്നില്ല. ആഴ്ചയുടെ മധ്യത്തിൽ ആഹ്ലാദിക്കുവാനും വിരുന്നിലും മറ്റും പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും സമാലോചനയോടെ പരിഹരിക്കുവാൻ സാധിക്കും. ഇഷ്ടവസ്തുക്കൾ വാങ്ങുവാൻ കഴിയുന്നതാണ്. ആഴ്ചയുടെ അവസാനത്തിൽ വളരെയധികം സുഖക്കുറവ് അനുഭവപ്പെടും. മനക്ലേശത്തിനും സാധ്യതയുണ്ട്. പണം യാതൊരു രീതിയിലും കയ്യിൽ നിൽക്കുന്നില്ല എന്ന ഒരു തോന്നൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് പുണർദം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച വന്നു ചേരുവാൻ പോകുന്നത്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്രക്കാരുടെ ചന്ദ്രൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ബുധനാഴ്ച വരെ പ്രവൃത്തികളിൽ വളരെയധികം വിജയം ഉണ്ടാകുന്നതാണ്. ചെറിയ പ്രയത്നത്താൽ തന്നെ നിങ്ങളുടെ വലിയ കാര്യങ്ങൾ നേടുവാൻ സാധിക്കും. നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കുവാൻ സാധിക്കും. കച്ചവടമെല്ലാം വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. ധന നിക്ഷേപത്തിന് സാധ്യതയുണ്ട്. മറ്റു ദിവസങ്ങളിൽ സമ്മിശ്രമായ ഫലം വന്നു ചേരുന്നതാണ്. ചെലവ് അധികരിക്കും. വേണ്ടപ്പെട്ടവരുമായി അകാരണമായി കലഹിക്കുവാൻ ഇടയുണ്ട്. തന്മൂലം നിങ്ങളുടെ സംഭാഷണത്തിൽ മിതത്വം പാലിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് മുഷിച്ചിലും മടിയും അനുഭവപ്പെടുന്നതാണ്. കുടുംബത്തിലാരും തൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല എന്ന ഒരു തോന്നൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. തൊഴിൽ സാമ്പത്തിക കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുവാൻ അനുയോജ്യമായ സമയം കൂടിയാണ്. എവിടെയും മാന്യത ആദരവൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ മുൻകൈയെടുത്ത് നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും തല, ആമാശയ, നേത്ര രോഗങ്ങൾ എന്നിവപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വൈകാരിക ക്ലേശം നിങ്ങളുടെ കുടുംബത്തിൽ പിരിമുറുക്കം ഉണ്ടാക്കും. നിങ്ങൾ പ്രായമായ ആളുകളാണെങ്കിൽ ദേഷ്യത്തോടെയുള്ള പെരുമാറ്റം നിയന്ത്രിക്കുക. അല്ലെങ്കിൽ ഒറ്റപ്പെട്ട വാർദ്ധക്യം നേരിടേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ഈ ആഴ്ച നക്ഷത്രനാഥനായ ബുധന് ഉച്ചം ഭവിക്കുന്നത് ആത്മശക്തിക്ക് കാരണമാകും. പൊതുവെ സുഗമത ഉള്ള ഒരു ആഴ്ചയാണ്. നിങ്ങൾക്ക് കഠിനം എന്ന് തോന്നുന്നവയെല്ലാം ഒഴിവാക്കിയാൽ എല്ലാ കാര്യങ്ങളും നേട്ടത്തിലെത്തുവാൻ സാധിക്കുന്നതാണ്. അധികാരികളുടെ ഒത്താശ ലഭിക്കും. കൃത്യമായ കരുനീക്കത്തിലൂടെ എതിർ ശബ്ദങ്ങളെല്ലാം പ്രതിരോധിക്കുവാനും വിജയത്തിലെത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. ഊഹ കച്ചവടത്തിൽ എല്ലാ രീതിയിലും വളരെയധികം നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഗൃഹത്തിൽ ആഡംബര വസ്തുക്കൾ വാങ്ങുവാനും വാഗ്ദാനങ്ങളെല്ലാം നിങ്ങൾക്ക് പാലിക്കുവാനും സാധിക്കും. എന്നിരുന്നാലും ക്ഷേത്ര ദർശനാദികളെല്ലാം മുടങ്ങുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിയുടെ അഭിപ്രായം ചെവിക്കൊള്ളുന്നത് എല്ലാവിധ രീതിയിലുമുള്ള വിജയത്തിന് കാരണമാകുന്നതാണ്. വളരെയധികം ഗുണകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരും. തൊഴിൽ, സാമ്പത്തിക രംഗങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുവാൻ അനുയോജ്യമായ സമയമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും വികാരങ്ങളെയും വിലമതിക്കുകയും അവരോട് മര്യാദയോടെ പെരുമാറുകയും ചെയ്യുക. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. ചന്ദ്രൻ ഇഷ്ടരാശികളിൽ സഞ്ചരിക്കുന്നത് വളരെയധികം ഗുണകരമാകും. തടസ്സങ്ങളെല്ലാം നീങ്ങി കാര്യസിദ്ധി ഉണ്ടാകും. ഉന്നതരെ കാണുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ഭൂമിയിൽ നിന്നും ആദായം ഉണ്ടാകും. മത്സരങ്ങളിൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. ഊഹക്കച്ചവടത്തിൽ ധന നേട്ടമുണ്ടാകും. കുടുംബകാര്യങ്ങളിലെ അലോസരങ്ങളെല്ലാം മാറി വളരെയധികം സന്തോഷവും സമാധാനവും വന്നു ചേരും. തൊഴിലിൽ വിപുലീകരണം സംബന്ധിച്ച വ്യക്തത കൈവരുന്നതാണ്. വെള്ളി, ശനി ദിവസങ്ങളിൽ ചെലവ് അല്പം കൂടുവാനും അലച്ചിലുണ്ടാകുവാനും ഇടയുണ്ട്. ഈ ആഴ്ചയിൽ നിങ്ങളുടെ മാതാവിനും മാതൃബന്ധുക്കൾക്കും വളരെയധികം ഗുണഫലങ്ങൾ വർദ്ധിക്കും. നിങ്ങൾക്ക് ഗൃഹയോഗം, വാഹനഭാഗ്യം, ലോട്ടറി ഭാഗ്യം എന്നിവ വന്നു ചേരും. അലങ്കാര വസ്തുക്കളുടെ വർധനവ്, ഐശ്വര്യം, സാമ്പത്തിക ലാഭം എന്നിവയും ഉണ്ടാകുന്നതാണ്. കൃഷി സംബന്ധമായ തൊഴിലിൽ വൻ വരുമാന വർധനവുണ്ടാകുകയും വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് വിദേശ യാത്രാ യോഗവും വന്നു ചേരുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്ര ജാതകർക്ക് മനസ്സന്തോഷം വളരെയധികം ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. പൂർവ്വകാല നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണുവാനുള്ള അവസരം സിദ്ധിക്കും. പാരമ്പര്യമായി നിങ്ങൾ ചെയ്തു പോന്നിരുന്ന തൊഴിലുകളിൽ നിന്നും വളരെയധികം ആദായം ഉണ്ടാകുന്നതാണ്. പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. നീണ്ടുപോയ വ്യവഹാരം രാജി ആവുകയോ അനുകൂലമായ വിധി ഭവിക്കുകയോ ചെയ്യുന്നതാണ്. സംഘടനാ ചുമതലകൾ ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.
കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാൻ കഴിയുന്ന ഒരു ആഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത്. 51 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള നിങ്ങളുടെ വ്യാഴദശാകാലം വളരെയധികം ശുഭകരമാണ്. വ്യാഴം നിൽക്കുന്ന ഭാവങ്ങൾ അനുസരിച്ച് ചിലർക്ക് ഈ കാലയളവിൽ കോടീശ്വരന്മാരാകുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ലക്ഷം ദോഷം ഗുരു ഹന്തി എന്നാണ് പ്രമാണം. അതായത് വ്യാഴം അനുഗ്രഹമെങ്കിൽ ലക്ഷക്കണക്കിന് ദോഷങ്ങൾ പോലും ഇല്ലാതെയാകും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ കാലയളവിൽ ധാരാളം ലാഭം ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. നവീന ഗ്രഹം, പുതിയ വാഹനം, ആടയാഭരണങ്ങൾ, ധാരാളം ഭൂസ്വത്തുക്കൾ, പുതിയ ബിസിനസ് സംരംഭങ്ങൾ, ബുധസ്ഥാനീയരുടെ അനുഗ്രഹം തുടങ്ങിയ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്ര ജാതകർക്ക് സ്വാശ്രയത്വം ചിന്തയിലും പ്രവൃത്തിയിലും നിറയും. ബിസിനസ്സിൽ ന്യായമായ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ്. മനസ്സിൽ ഉന്മേഷം വളരെയധികം നിറയും. ലോൺ കുടിശ്ശികയെല്ലാം നിങ്ങൾക്ക് അടയ്ക്കുവാൻ സാധിക്കുന്നതാണ്. സഹപ്രവർത്തകരെ നിങ്ങൾക്ക് എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയും. അന്യദേശത്ത് ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ വാക്കുകളെല്ലാം നിങ്ങൾ കേൾക്കുന്നതാണ്. എന്നാൽ സ്വയം ആലോചിച്ച് തീരുമാനത്തിലെത്തുകയും ചെയ്യും. കലകളുടെ പഠനത്തിൽ നിങ്ങൾക്ക് ഈ സമയം വളരെയധികം അഭിരുചി ഉണ്ടാകുന്ന ഒരു സമയമാണ്. മുടങ്ങിപ്പോയ കോഴ്സുകളെല്ലാം പൂർത്തീകരിക്കുവാനുള്ള ശ്രമം നടത്തുന്നതാണ്. ദീർഘകാലമായി കാത്തിരുന്ന ആഗ്രഹങ്ങൾ പലതും ഈ കാലയളവിൽ യാഥാർത്ഥ്യമാകും. എന്നിരുന്നാലും ചില ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാതരോഗങ്ങൾ ശല്യമാകുവാനും പിതൃതുല്യരായ ആളുകൾക്ക് അസുഖം മുതൽ ജീവഹാനി വരെ സംഭവിക്കുവാനും ഇടയുള്ള ഒരു സമയമാണ്. വാഹനം ഓടിക്കുമ്പോഴും അഗ്നി ഉപയോഗിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. ഈ കാലയളവിൽ നിങ്ങൾക്ക് ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സമയമായതിനാൽ ജാതകം നോക്കുന്നത് വളരെയധികം നല്ലതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. അഷ്ടമ രാശിക്കൂറ് കഴിയുന്നതിനാൽ ഈ ആഴ്ച അഭിവൃദ്ധിക്ക് കാരണമായ അനുഭവങ്ങൾ വന്നുചേരും. തൊഴിൽ കരാർ, പുതിയ ആനുകൂല്യങ്ങൾ ഉള്ളതാകും. മുൻപ് സുഹൃത്തിന് നൽകിയ തുക മടക്കി കിട്ടും. കുടുംബാന്തരീക്ഷത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും അകന്നുമാറി ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും അലയടിക്കും. നിങ്ങളുടെ മകന് ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കുവാൻ ഇടയുണ്ട്. അയൽ തർക്കങ്ങളെല്ലാം പരിഹരിക്കുവാൻ സാധിക്കും. കലാകാരന്മാർക്ക് മുൻപ് പലപ്പോഴും നിഷേധിക്കപ്പെട്ട അവസരങ്ങൾ വീണ്ടും ലഭിക്കുന്നതാണ്. ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്ന അത്തം നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങൾ വന്നുചേരും. ഇവർക്ക് പ്രശസ്തി, അവാർഡ്, സമ്മാനം എന്നിവയെല്ലാം വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ കാലയളവിൽ ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈശ്വരാനുഗ്രഹത്താൽ സിദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കും. സന്താനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാനും അവരുടെ വിജയങ്ങളിൽ സന്തോഷിക്കുവാനും കഴിയുന്നതാണ്. ധനം സമ്പാദിക്കുവാനും സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുത്തുവാനും സാധിക്കും. തൊഴിലിൽ പുരോഗതിക്കും വിജയവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ദാനധർമ്മങ്ങളിൽ നിങ്ങളുടെ താല്പര്യം വർദ്ധിക്കും. വിവാഹം, സന്താനലബ്ധി എന്നിവ സംഭവിക്കുവാൻ ഇടയുണ്ട്. സർക്കാരിൽ നിന്നും ഉന്നതരിൽ നിന്നുമുള്ള അംഗീകാരവും സമ്മാനവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതിൽ നിങ്ങൾ വിജയിക്കും. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൽ ശുഷ്കാന്തി പുലർത്തുന്നതാണ്. സ്വന്തം തൊഴിലിൽ നിന്നും ധനപരമായ ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആർഭാടം ഒഴിവാക്കുന്നതാണ് എല്ലാ രീതിയിലും നല്ലത്. മറ്റുള്ളവർ എന്തു വിചാരിക്കുന്നു എന്ന് വ്യാകുലപ്പെടാതെ മനസാക്ഷിക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളോട് കയർക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും. കക്ഷി രാഷ്ട്രീയ രംഗം കയ്പ് നിറഞ്ഞതായി അനുഭവപ്പെടുന്നതാണ്. ബുധ ശുക്രന്മാർ ബലിഷ്ഠരാവുകയാൽ ബുദ്ധിപൂർവ്വം നിങ്ങൾ സംസാരിക്കും. ഈ സമയം എല്ലാ കാര്യങ്ങളിലും ക്ഷമയും കരുതലും കൂടുതൽ പ്രധാനമാണ്. ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ ദശാപരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെയധികം ഉത്തമമായി ഭവിക്കുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ജന്മരാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിന് ഭൗതികമായ സമൃദ്ധി ഉണ്ടാകും. ധനപരമായ കാരണങ്ങളാൽ കൊതിച്ചിട്ടും നേടാതെ പോയ വസ്തുക്കളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും. സുഹൃത്തുക്കളുമായി ആഹ്ലാദിക്കുവാനുള്ള അവസരങ്ങൾ വന്നെത്തുന്നതാണ്. പ്രണയിക്കുന്ന ആളുകളുടെ ബന്ധം വിവാഹ തീരുമാനത്തിലേക്ക് എത്തുന്നതാണ്. ദാമ്പത്യം സ്നേഹപൂർണ്ണമാകും. സാമ്പത്തിക നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് നടത്തുവാൻ പറ്റിയ ഒരു സമയമാണ്. ഗൃഹം, വാഹനം ഇത്യാദിയെല്ലാം ഓടിപ്പിടിപ്പിക്കും. എഴുത്തുകാരന്മാർക്ക് സാഹിത്യ രചനയ്ക്കുള്ള പ്രചോദനം ഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്.
ധനലാഭം, സർവ്വകാര്യ വിജയം എന്നിവ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പുരോഗതി വന്നു ചേരുവാനും പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും നേട്ടങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. പണം മുൻകൂട്ടി ചെലവാക്കുന്ന ബിസിനസ് തുടങ്ങുവാൻ ഗൃഹാനുകൂല്യം കുറവാണ്. ഏജൻസികൾ, കമ്മീഷൻ, വ്യാപാരം എന്നിവ ആദായമുണ്ടാക്കും. നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ച ശേഷം പുതിയ തൊഴിൽ തേടുക എന്നത് ഒരു രീതിയിലും ഗുണകരമാകുന്ന ഒരു സമയമല്ല. നിങ്ങളുടെ സുഹൃത്തുക്കളെയും ശത്രുക്കളെയും തിരിച്ചറിയാനാവാതെ വിഷമിക്കുന്ന ഒരു സമയമാണ്. പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ കുടുംബാംഗങ്ങൾ പറയുന്നതും കൂടി കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നത് ജീവിതത്തിൽ വളരെയധികം ഗുണകരമായി തീരും. പൊതുപ്രവർത്തനത്തിൽ തൃപ്തി കുറയുന്ന ഒരു സമയമാണ്. ആരോഗ്യം സാമാന്യമായിരിക്കും. ആഴ്ചയുടെ അവസാനം വളരെയധികം തടസ്സങ്ങൾ എല്ലാ കാര്യത്തിലും അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. മുൻ തലമുറകൾ തുടരുന്ന വ്യാപാരം പുഷ്ടിപ്പെടുത്തുവാൻ നിങ്ങൾ തീരുമാനിക്കും. സ്വതന്ത്ര നിലപാടുകൾ പുലർത്തുന്നതിനാൽ കാര്യ ആലോചനകളിൽ ഒറ്റപ്പെടുവാൻ ഇടയുണ്ട്. ജാമ്യം നിൽക്കുന്നതിൽ കരുതൽ വേണ്ട ഒരു സമയമാണ്. ഭൂമി വ്യാപാരത്തിൽ എല്ലാ രീതിയിലും തടസ്സങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ശുഭാരംഭം അരുത്. ദാമ്പത്യം സ്നേഹോഷ്മളമാകും. കുടുംബ ബന്ധങ്ങളുടെ ദാർഢ്യം പ്രതിസന്ധികളിൽ താങ്ങും തണലുമാകുന്നതാണ്. ദൈവിക സമർപ്പണം ആത്മവിശ്വാസമേകും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ഈ കാലയളവിൽ വളരെയധികം താല്പര്യമേറുന്ന ഒരു അവസ്ഥയാണ്. ബന്ധുഭവനം സന്ദർശിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തത് തൃക്കേട്ട് നക്ഷത്രക്കാരാണ്. ഞായറും തിങ്കളും കുടുംബകാര്യങ്ങൾ ഭംഗിയായി നടക്കും. അനുരഞ്ജന മനോഭാവം ജീവിതത്തെ കൂടുതൽ മാധുര്യമുള്ളതാക്കുന്നതാണ്. ജീവിത പങ്കാളിയുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുവാൻ സന്നദ്ധത ഉണ്ടാകും. ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഏത് കാര്യത്തിലും വളരെയധികം ശ്രദ്ധ ഉണ്ടാകേണ്ട ഒരു സമയമാണ്. ആലോചന കൂടാതെ പ്രധാന കാര്യങ്ങൾ യാതൊരു രീതിയിലും നിങ്ങൾ നിർവഹിക്കരുത്. സാമ്പത്തികമായ ഏർപ്പാടുകളിൽ കണക്ക് സൂക്ഷിക്കണം. തുടർന്നുള്ള ദിവസങ്ങളിൽ സമ്മർദ്ദം എല്ലാ രീതിയിലും അകലുന്നതാണ്. വേണ്ടത്ര ഉറക്കം കിട്ടുകയും ചെയ്യും. ഔദ്യോഗിക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കുന്നതാണ്. ലാഘവത്വം അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. ഞായർ മുതൽ വ്യാഴം വരെ കാര്യസാധ്യം വരും. വാക്കുകൾ മറ്റുള്ളവരിൽ മതിപ്പുണ്ടാക്കുന്നതാണ്. ബുദ്ധിപൂർവ്വം നടത്തുന്ന കരുനീക്കത്തിലൂടെ നിങ്ങൾക്ക് എല്ലാ രീതിയിലും വിജയം ഉറപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. വ്യാപാരത്തിന് എടുത്ത വായ്പയുടെ തിരിച്ചടവ് പൂർത്തിയാക്കുവാൻ സാധിക്കും. ദാമ്പത്യത്തിൽ വളരെയധികം സമാധാനമുണ്ടാകും. ഭോഗസുഖം ഭവിക്കുന്നതാണ്. കായിക മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുന്നത് തുടരുന്നതായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദം ഇല്ലാതെ ജോലി ചെയ്യുവാൻ സാധിക്കുന്നതാണ്. വെള്ളി ശനി ദിവസങ്ങളിൽ വളരെയധികം കരുതലോടെ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉത്തമമായി ഭവിക്കുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. നക്ഷത്രനാഥനായ ശുക്രൻ ബലവാനായി 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. തന്മൂലം എല്ലാ കാര്യത്തിലും അനുഭവപ്പെടുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങുന്നതാണ്. നവോന്മേഷം സംജാതമാകും. അസാധ്യമാണെന്ന് കരുതി തോന്നിയ നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളും അധികം വിയർപ്പൊഴുക്കാതെ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. ഉദ്യോഗാർത്ഥികളെ ചില നല്ല അവസരങ്ങൾ തേടിയെത്തും. സമൂഹത്തിൽ സ്വാധീന ശക്തിയുള്ള സ്ത്രീകളുടെ പിന്തുണ ലഭിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ്. ബിസിനസ്സിൽ വളർച്ച എല്ലാ രീതിയിലും പ്രകടമാകും. നവീന ആശയങ്ങൾ ഉപഭോക്താക്കളെ ആകർഷിക്കും. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ കഴിവതും ഒഴിവാക്കിയാൽ നല്ല ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. തീരുമാനങ്ങൾ എല്ലാ രീതിയിലും പുനഃപരിശോധിക്കേണ്ട ഒരു സാഹചര്യം വരും. മനസ്സിൻ്റെ ഏകാഗ്രത പലപ്പോഴും നഷ്ടമാകുന്നതായി തോന്നുന്നതാണ്. ബന്ധുസഹായം സ്വീകരിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും. സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഉയർച്ചയ്ക്കുള്ള അവസരം വന്നെത്തുന്നതാണ്. ധനപരമായി അനുകൂലമായ ഒരു സ്ഥിതിയാണ് നിങ്ങൾക്ക് ഈ ആഴ്ച വന്നു ചേരുന്നത്. വിവാദങ്ങളിലേക്ക് വലിച്ചിഴപ്പെടുവാൻ സാധ്യതയുണ്ട്. കരുതൽ അല്പം വേണ്ടിവരുന്ന ഒരു ആഴ്ചയാണ്. കുടുംബകാര്യങ്ങളിൽ പൂർവാധികം ശ്രദ്ധാലുവാകും. മകൻ്റെ കാര്യങ്ങളിൽ വരുന്ന തടസ്സങ്ങൾ നിങ്ങളെ അല്പം വിഷമിപ്പിക്കുവാൻ ഇടയുണ്ട്. ദീർഘദൂര യാത്രകൾ ആസൂത്രണം ചെയ്യുവാനും സാധിക്കുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. ജീവിത നിലവാരം വളരെയധികം ഉയരുന്നതിൽ നിങ്ങൾ സന്തോഷിക്കും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രതീക്ഷിച്ചതിലും അധികം ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എതിർപ്പുകളെയെല്ലാം നിങ്ങൾക്ക് തടസ്സങ്ങളില്ലാതെ മുന്നേറുവാൻ സാധിക്കും.
സഹപ്രവർത്തകരുടെ പിന്തുണയെക്കുറിച്ച് വേവലാതി ഉണ്ടാകേണ്ട കാര്യമില്ല. ഭൂമിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ആദായത്തിന് സാധ്യതയുണ്ട്. ബിസിനസ് യാത്രകളെല്ലാം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഗുണകരമായി തീരുന്ന ഒരു ആഴ്ചയാണ്. ശനിയുടെ വക്രഗതിയാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. നിങ്ങൾ ആദർശം പറയുമെങ്കിലും കാര്യസാധ്യത്തിന് പ്രായോഗികത മുട്ടിട്ട് നിൽക്കും. അതിനാൽ തന്നെ ദൗത്യങ്ങളും ചുമതലകളും മറ്റുള്ളവരെക്കാൾ മുൻപേ പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ്. സാങ്കേതിക കാര്യങ്ങൾ പരിചയപ്പെടുവാൻ അവസരങ്ങൾ ലഭിക്കും. ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങളെല്ലാം മാറി ബന്ധുവിൻ്റെ സാമ്പത്തിക സഹായം വന്നു ചേരുകയും ചെയ്യുന്നതാണ്. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വെല്ലുവിളികൾ ഉയരുന്ന ഒരു ആഴ്ച കൂടിയാണ്. മകളുടെ വിവാഹം നീണ്ടുപോകുന്നതിൽ അല്പം വിഷമിക്കേണ്ടി വരും. നവസംരംഭങ്ങൾ തുടങ്ങുന്നതിന് അല്പം കൂടി കാത്തിരിക്കേണ്ട ഒരു സമയമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ആദർശത്തിൻ്റെ പേരിൽ ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും. പുതുതലമുറയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം നിങ്ങളുടെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് തന്നെ ആക്ഷേപം ഉയരുന്നതാണ്. സ്വയം തൊഴിലിൽ ഏർപ്പെട്ട ആളുകൾക്ക് സാമ്പത്തികമായി അല്പം ഗുണകരമായ ഒരു ആഴ്ച കൂടിയാണ്. അന്യദേശത്ത് തൊഴിലവസരം ലഭിക്കുവാൻ ഇടയുണ്ട്. പിണങ്ങിക്കഴിയുന്നവർ ഒന്നിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. ഊഹക്കച്ചവടത്തിൽ ആദായം ഉണ്ടാകണമെന്നില്ല. പരോപകാര പ്രവർത്തനങ്ങളിൽ താല്പര്യം വളരും. നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളിൽ നിന്നും സഹായവും ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതാണ്. രോഗങ്ങൾ ശമിക്കുകയും ഏറ്റെടുക്കുന്ന ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ശത്രുക്കളുടെ ശല്യം പൊറുതിമുട്ടും. തൊഴിൽപരമായ ക്ലേശങ്ങൾ ഉണ്ടാകും. എന്നാൽ ചിലർക്ക് സ്ഥാനക്കയറ്റവും ഉണ്ടാകുന്നതാണ്. തെറ്റിദ്ധാരണകൾ കാരണം കുടുംബത്തിൽ നിന്ന് അകൽച്ച ഉണ്ടാകുവാനും അപകടങ്ങൾ സംഭവിക്കുവാനും ഇടയുണ്ട്. കേസുകളിൽ ചെന്നുപെടുവാനും ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെടുവാനും സാധ്യതയുള്ള ഒരു ആഴ്ചയാണ് ചതയം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പാരമ്പര്യ തൊഴിലുകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സാഹചര്യമുണ്ടാകും. ഉദ്യോഗത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നവർക്ക് പുനഃപ്രവേശനം കൈവരുന്ന ഒരു സമയമാണ്. നറുക്കെടുപ്പ്, ചിട്ടി മുതലായവയിൽ നിന്നും ആദായം വന്നെത്തുവാനിടയുണ്ട്. സംഘടനാ കാര്യങ്ങളിൽ താല്പര്യം വളരെയധികം വർദ്ധിക്കുന്ന ഒരു ആഴ്ചയാണ്. ദാമ്പത്യത്തിൽ സന്തോഷം അനുഭവപ്പെടും. നവീനമായ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനും അഭിമാന ബോധം ഉയരുകയും ചെയ്യുന്നതാണ്. സഹോദരങ്ങളുടെ വാക്കുകൾ ക്ഷമാപൂർവം കേട്ടു നിൽക്കുന്നതാണ്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. രാഹുവിൻ്റെ ജന്മനക്ഷത്ര സഞ്ചാരം പുതിയ കാര്യങ്ങൾ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും വിലങ്ങുതടിയാവും. തെറ്റായ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കുവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടുവാൻ ഇടയില്ല. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവപ്പെടും. യാഥാർത്ഥ്യ ബോധത്തോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. പ്രൊഫഷണലുകൾ തൊഴിലിൽ മുന്നേറുവാൻ സാധിക്കും. വസ്തുതർക്കങ്ങൾ വ്യവഹാരങ്ങളാകുവാൻ സാധ്യതയുണ്ട്. നവസംരംഭങ്ങൾ പ്രാവർത്തികമാകുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ട ഒരു സമയമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ ബുധൻ ഉച്ചത്തിൽ വരുന്നതിനാൽ അനുകൂലമായ ഫലങ്ങൾ സൃഷ്ടിക്കും. മുഖ്യമായും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അടുക്കും ചിട്ടയുമായി പുലർത്തി പൂർത്തിയാക്കുവാൻ സാധിക്കും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. ബുദ്ധിപരമായ നീക്കത്തിലൂടെ എതിർപ്പുകളെ മറികടക്കുവാൻ സാധിക്കും. വരവും ചെലവും സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ കച്ചവടത്തിൽ ചില പുതുമകൾ കൊണ്ടുവരുവാനും ഉപഭോക്താക്കളെ ആകർഷിക്കുവാനും കഴിയുന്നതാണ്. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് നിങ്ങളുടെ ജീവിതം വലിയ വിധത്തിൽ വിജയത്തിലേക്ക് കുതിക്കുവാൻ സാഹചര്യം ഒരുങ്ങുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.